പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപുത്രന് യേശു എന്ന പേര് ദൈവം തന്നെയാണ് നൽകിയത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 31-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുവിൻ്റെ നാമം. സാധാരണയായി ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്നറിഞ്ഞതിന് ശേഷമാണ് നാം കുഞ്ഞിന് പേരിടുന്നത്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈശോ മാതാവിൻ്റെ ഉദരത്തിൽ ജന്മമെടുക്കുന്നതിന് മുൻപ് തന്നെ നീ അവന് യേശു എന്ന് പേരിടണം എന്ന് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുകയാണ്. യേശു എന്ന പേര് മാതാവോ ഔസേപ്പിതാവോ കണ്ടെത്തിയതല്ല എന്നും നമുക്കറിയാം. അപ്പോൾ യേശു നാമത്തിന് വളരെയേറെ ശക്തിയുണ്ട്. ദൈവം യേശുവിന് ആ യേശുനാമം കൊടുത്തപ്പോൾ യേശുവിന് ചില ദൗത്യങ്ങൾ ഭൂമിയിൽ നിർവഹിക്കാനുണ്ടായിരുന്നു. ഫിലിപ്പി 2:9 തിരുവചനം പറയുന്നു, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ പുത്രൻ സ്വയം ശൂന്യനായിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ചു. അതെ, കുരിശുമരണം വരെ പിതാവായ ദൈവത്തിന് അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ദൈവം എന്താണ് ചെയ്തത്? ദൈവം തൻ്റെ പുത്രനെ അത്യധികമായി ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതായത് യേശു എന്ന നാമം ഈശോയ്ക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രന് യേശു എന്ന പേര് നൽകിയത്? അത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പി 2:10-11 തിരുവചനങ്ങളിലൂടെയാണ് അത് വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ നാമം ശക്തിയുള്ളതാണ്. യേശു എന്ന നാമത്തിൽ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകളും അനേകം ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവശക്തി വെളിപ്പെടുത്തുന്ന പല സംഭവങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശക്തിയെ ഇടിമിന്നൽ എന്ന പോലെ വിളിച്ച് ഇറക്കുന്ന നാമമാണ് നാമം, അതായത് യേശുനാമം. ലൂക്ക 10:8 യേശു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ ശക്തി ഭൂമിയിലേക്ക് ഇറക്കുന്നു, അതോടൊപ്പം തന്നെ സാത്താൻ്റെ ശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇടിമിന്നൽ പോലെയാണ് സാത്താൻ നിലത്തേക്ക് നിപതിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ 2 പേരായി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയച്ചപ്പോൾ അവർ തിരിച്ചു വന്ന് അത്യധികം ആഹ്ലാദത്തോടെ പറഞ്ഞു, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ പിശാചുകൾ ഞെട്ടി വിറയ്ക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. യേശു അവരോട് പറഞ്ഞു, പിശാചുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലാണ്. അതിനാൽ പാപം ചെയ്യുവാനുള്ളൊരു പ്രേരണ, ഒരു ചായ്വ് നമുക്കെല്ലാവർക്കും, മനുഷ്യരായ നമുക്ക് എല്ലാവർക്കുമുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി യേശുവിനോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിൻ്റെ കുരിശു മരണത്താലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന ഒരു ബോധ്യത്തോടെ
പാപങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ അവൻ നിത്യരക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശുനാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും, പൈശാചിക ശക്തികൾ വിട്ടുപോകും, രോഗസൗഖ്യമുണ്ടാകും, ആത്മശാന്തി നമുക്ക് ലഭിക്കും, സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. കാരണം യേശുനാമം അതിശക്തമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.